ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളൊരു വണ്ടി മേടിച്ചായിരുന്നു, പൾസർ 150. ഈ വണ്ടിയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് എന്തോ പ്രൈസ് ആയത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഈ വണ്ടി വരുന്നത് 2013 മോഡലാണ്. ഈ വണ്ടിക്ക് 2 വർഷം പേപ്പറുണ്ട്. ഞങ്ങൾ എടുത്തതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഇതിൻ്റെ ഓണർ ഞങ്ങൾക്ക് പുത്തൻ ഇൻഷുറൻസ് എടുത്തെന്നു, പൊല്യൂഷൻ എടുത്തെന്നു, അങ്ങനത്തെ. അതുകൊണ്ട് പേപ്പർ ഭാഗങ്ങളെല്ലാം ഈ വണ്ടീൻ്റെ ക്ലിയർ ആയിരുന്നു. ഈ വണ്ടി എഞ്ചിൻ ഫുള്ളി റീബിൽഡ് എഞ്ചിനാണ്. അതുകൊണ്ട് ഞങ്ങൾ കിലോമീറ്റർ നോക്കാൻ പോയില്ല. നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് എഞ്ചിനാണ്. അതിന് പറയാനുള്ള കാരണം, ഞങ്ങളിത് എടുത്തിട്ട് ഓൾറെഡി ഇപ്പം 2 തവണ എറണാകുളം ഇവിടുന്ന് പോയി 110 കിലോമീറ്റർ മണ്ടേ വരുന്ന ഞങ്ങൾക്ക് എറണാകുളം. ഏകദേശം ഒരു 10, 600, 700 കിലോമീറ്റർ ഞങ്ങൾ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഓടിച്ചു. ഈ വണ്ടിക്ക് ഞങ്ങൾക്ക് കാണത്തക്ക വലിയ പ്രശ്നങ്ങളോ, ഹാൻഡിൽ വൈബ്രേഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ടയർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം, ബ്രേക്ക് ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ ഈ വണ്ടിക്ക് ഞങ്ങൾക്ക് അവർ ചെയ്തു തന്ന കുറച്ച് കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ വണ്ടിയിൽ ചെക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 2 ടയർ, സ്റ്റമ്പുകൾ, കോൺസെപ്റ്റ്, എഞ്ചിൻ നോയ്സ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓയിൽ ലീക്സുകൾ, ബ്രേക്സ്, ചെയിൻ സ്പ്രോക്കറ്റും എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. ഈ വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനായിരുന്നു. ഹെഡ്ലൈറ്റും എല്ലാം വർക്കിംഗ് ആണ്. ടയറൊക്കെ അത്യാവശ്യം ഒരു 10-3000 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റമ്പിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിനകത്ത് ഒരു ലീക്കോ, എഞ്ചിൻ ഫുള്ളി റീബിൽഡ് ആയിരുന്നു. എഞ്ചിൻ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഹോണ്, സ്വിച്ച് ഗിയറുകൾ ഇതെല്ലാം വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഈ ചെയിൻ സ്പ്രോക്കറ്റും ഏകദേശം ഒരു 50% കൂടെ നമുക്ക് പുറകോട്ട് വലിക്കാനുണ്ട്. പുറകത്തെ ബ്രേക്ക് ലൈൻഡർ ഏകദേശം അല്ല, ഫുള്ള് പുത്തൻ ബ്രേക്ക് ലൈൻഡർ അവർ തന്നെ മാറി തന്നതാണ്. എഞ്ചിൻ ഓയിൽ ഞങ്ങൾ എടുത്തെടുത്ത് തന്നെ, ഇത് വർക്ക്ഷോപ്പിൽ നിന്നാണ് എടുത്തത്. അപ്പം എടുത്തെടുത്ത് തന്നെ എഞ്ചിൻ ഓയിലും മാറി, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എയർ ഫിൽറ്റർ ഓക്കെ ആയിരുന്നു. ഈ ടാങ്കിനകത്ത് തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കി ഈ വണ്ടി എടുത്തേക്കുന്ന കേസ്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫെക്റ്റ് വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇച്ചിരി ഡൗൺ ആയിരുന്നു. അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. പുതിയ ബാറ്ററി മേടിച്ച് വെച്ചാൽ മതി എന്ന് ഓർത്ത്. ഞങ്ങൾക്ക് അത്യാവശ്യം 2 വർഷം യൂസ് ചെയ്യേണ്ട വണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഞങ്ങൾ എടുത്തേക്കുന്ന പ്രൈസ് വെറും 18,000 റുപ്പീസിൽ ഇത്രയെല്ലാം ചെയ്ത് ഈ വണ്ടി ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി എടുത്താലും ഇതൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടുവാണ്. നിങ്ങളൊരു വണ്ടി തപ്പുന്ന ഒരാളാണ്, ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഇപ്പം 18,000 രൂപയ്ക്ക് ഇപ്പോൾ സൈക്കിൾ കിട്ടത്തില്ല. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫുൾ പേപ്പറും വെച്ച് ഇത്രയും കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി എടുക്കാൻ പോകുമെങ്കിൽ ഗൈസ്, ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതൊരു ചെറിയ വിലേൻ്റെ ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ഇന്ന് വന്നത്. ഇനി അടുത്ത വീഡിയോ, അടുത്ത പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.